1, 2, 3, 4. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് ഏതോ ഒരു പുതിയ കിഴങ്ങൻ ചെക്കന്റെ ഒരുപാട് ഫ്ലക്സുകൾ കണ്ടല്ലോ. എന്താ പടത്തിന്റെ പേര്? അപ്പടെ സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പൊ അതിലെ നായകന്റെ ഫ്ലെക്സ് വെക്കാതിരിക്കോ? ഫാൻസുകാരോട് പറ ആ ഫ്ലക്സിലെല്ലാം ചാണകവെള്ളം ഒഴിക്കാൻ. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ്. ഇതൊക്കെ എന്ത്? ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ ഏതാണ്ട് 1650 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഇതെന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പ. ഇതിലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ്. എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ? പക്ക കുട്ടികൾക്ക് അതിന്റെ അപ്പുറം ഇല്ല. അത് കുട്ടികൾക്ക് മാത്രമുള്ള സിനിമയാണ്. കുട്ടികൾക്ക് വേണ്ടി കേറ്റർ ചെയ്യുന്ന ഒരു സിനിമയാണത്. കാണികൾ വ്യൂവേഴ്സിന്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയൊക്കെ കേട്ടോ. കൂറ്റ മുട്ടനാടാ, ഹിമാലയ മുട്ടനാടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഏപ്പരാച്ചിനാണോ തന്നേക്കുന്നത്? ഒരു 40 വർഷത്തിന് ശേഷമാണ് ഒരു 3D ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത്. എന്ത് കഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഞമ്മക്കും ചിലത് പറയാനുണ്ട്. എനിക്ക് കേൾക്കണ്ട, എന്നാ ചെവി പൊത്തിക്കളാം. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് പേഴ്സണലി ഭയങ്കര അസഹനീയമായിരുന്നു. ഈ ഒരെണ്ണം തന്നെ ഒപ്പിച്ചെടുത്തതിന്റെ പാട് എനിക്കേ അറിയൂ. ഉറപ്പിക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ 35 മിനിറ്റുള്ളൊരു സിനിമ കണ്ടു തീർക്കാൻ പെട്ട പാട്. ഒരുപാട് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് സിനിമ ആരംഭിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇത് എന്തുവായി കാണിക്കുന്നത് എന്നുള്ളൊരവസ്ഥ. സ്വല്പം നടുവേദനയുണ്ട്. ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പറ്റിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം. ഇത് ഈ സിനിമയുടെ വിജയത്തെ അനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷകളിൽ ഇത് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആയാലും സ്പാനിഷ്, പോർച്ചുഗീസ്. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശില്ലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ? ഇത് ലാലേട്ടൻ മേക്ക് ചെയ്തിരിക്കുന്ന പരിപാടികളൊക്കെ മൊത്തത്തിലൊരു ഒരു തനി നാടക സെറ്റപ്പ്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, നീ കേട്ടില്ലേ? മറ്റ് കാണുന്ന സിനിമയുടെ പേസിലല്ല ഈ സിനിമ. ഒന്നുകിൽ ഞാനിത് പിടിച്ചു കയറും, രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇതോടെ ഞാനിവിടെ ഇല്ലാതാകും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. എന്തോ എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.